ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഈസി ലിറ്ററേച്ചർ. നമ്മൾ ഇന്ന് പ്ലസ് വണ്ണിലെ സെക്കൻഡ് യൂണിറ്റിലെ 5th ചാപ്റ്ററായിട്ടുള്ള ഓസിമാൻഡിയസ് എന്ന പോമാണ് നോക്കുന്നത്. സോ ഓസിമാൻഡിയസ് ഇസ് റിട്ടൺ ബൈ പെർസി ബിഷ് ഷെല്ലി. PB ഷെല്ലി എഴുതിയിട്ടുള്ള ഓസിമാൻഡിയസ് എന്ന പോം. ബിഫോർ ഗോയിങ് ടു ദ പോം, ലെറ്റ്സ് മീറ്റ് ദ പോയറ്റ്. പെർസി ബിഷ് ഷെല്ലി 1792 to 1822 was one of the greatest romantic poets in English literature. He is known for his deep love of nature, idealism and belief in human freedom. His works often express his concern for humanity and a better world. സോ റൊമാൻറ്റിക് ഏജിലെ ഒരു ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള റൈറ്ററാണ് നമ്മുടെ ഷെല്ലി. അദ്ദേഹത്തിൻ്റെ പോയത്തിൽ ലവ് ഓഫ് നേച്ചർ, അതുപോലെ ഐഡിയലിസം, ഹ്യൂമൻ ഫ്രീഡം ഇതൊക്കെയാണ് കാണാൻ കഴിയുക. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റി, ബെറ്റർ വേൾഡ് ഇതൊക്കെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കൺസേൺസ് അദ്ദേഹത്തിൻ്റെ വർക്കിൽ അദ്ദേഹം എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ദെൻ എബൌട്ട് ദി പോം, ഓസിമാൻഡിയസ് ഈസ് എ സോണറ്റ് റിട്ടൺ ബൈ ഷെല്ലി ഇൻ 1818 എഴുതിയിട്ടുള്ള ഒരു സോണറ്റ് ആണ് ഓസിമാൻഡിയസ്. സോണറ്റ് മീൻസ് 40 ലൈൻ പോമാണ്. It reflects the theme of transcendence of power and the inevitability of decay, which means nothing is permanent in this world and everything has an end. The poem is based on the ruined statue of an Egyptian pharaoh, Ramesses II Ozymandias. So, ഒരു ruined statue, ഒരു തകർന്ന സ്റ്റാറ്റുവിനെ കുറിച്ചാണ്. ഈജിപ്ഷ്യൻ ഫറോ ആയിട്ടുള്ള റമീസസ് സെക്കൻഡ് എന്ന രാജാവിൻ്റെ അദ്ദേഹത്തിൻ്റെ പേര് ഓസിമാൻഡിയസ് എന്നാണ്. ഫസ്റ്റ് ലൈൻ നോക്കാം. I met a traveler from an antique land who said, "Two vast and trunkless legs of stone." The poem begins with a traveler in a vast and lonely desert. He sees ruined statue half buried in the sand. The traveler describes what he sees to the reader. I met a traveler from an antique land. Antique means ancient. പുരാതനമായ ഒരു രാജ്യത്ത് നിന്നുള്ള ഒരു ട്രാവലറിനെ നമ്മുടെ പോയിറ്റ് കാണുകയാണ്. Who said, "Two vast and trunkless legs of stone." Two vast and trunkless legs. Vast means വലിയ, trunkless means without body. Legs of stone means കല്ലുകൊണ്ടുണ്ടാക്കിയ 2 വലിയ കാലുകൾ കാണുന്നുണ്ട്, പക്ഷെ അതിൻ്റെ അപ്പർ പാർട്ടില്ല. അതേക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പോയിറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് ഫ്രെയിം നെറേറ്റീവ് എന്ന പോയറ്റിക് ഡിവൈസാണ്. അതായത് ഒരു യാത്രക്കാരൻ പറഞ്ഞ കഥയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, കവിത അവതരിപ്പിക്കുന്നത്. ദെൻ ഇമേജറി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ആൻഷ്യൻ ആയിട്ടുള്ള ഒരു റീജിയൻ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കാല് മാത്രമുള്ള ഒരു പ്രതിമയുടെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്, അല്ലേ? സോ ഇമേജറിയും അതുപോലെ ഫ്രെയിം നെറേറ്റീവും ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റാൻഡ് ഇൻ ദ ഡെസേർട്ട് നിയർ ദം ഓൺ ദ സാൻഡ് ഹാഫ് സങ് എ വിസാജ് ലൈസ് വാസ് drawn. The traveler is told to look at the ruined statue close to its legs. On the sand, half buried, lies the face of the statue. Its frown shows anger and arrogance even in ruins. Visage means face. ആ കല്ല് കാലുകൾ എന്ത് ചെയ്യാണ്, മരുഭൂമിയിൽ നിൽക്കുകയാണ്. അവിടെ അടുത്തായിട്ട് മണലിൽ എന്തുണ്ട്, പകുതി മണലിൽ മുങ്ങിയ ഒരു തകർന്ന മുഖം അവിടെ അതായത് ആ ഒരു ഫേസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മണലിൽ കിടക്കുന്നുണ്ട്. Here the poet also uses imagery, then symbolism യൂസ് ചെയ്യുന്നത്. അതായത് ആ ഒരു ഷാറ്റേർഡ് ആയിട്ടുള്ള ഫേസ്, തകർന്ന മുഖം, അത് രാജാവിൻ്റെ എന്താണ്, അധികാരത്തെയാണ് ചിത്രീകരിക്കുന്നത്. ഇസ് pride and wrinkled lip and sneer of cold command. Near the legs lies a face broken and half buried in the sand. The face is cold, still and expressionless. It shows the complete fall of the once mighty king. അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫേസിലെ എക്സ്പ്രഷൻ ആണ് പറയുന്നത്. അതൊരു പരിഹാസഭാവത്തിലുള്ള ആ ഒരു ചുളിഞ്ഞ ചുണ്ടുകളും എല്ലാം ആ ഒരു ഫേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. സ്നിയർ മീൻസ് പരിഹാസ പുഞ്ചിരി, ഒരു അവഹേളന ഭാവം. Here the poet also uses poetic device alliteration, cold command, k sound repeat ചെയ്ത് വരുന്നുണ്ട്. Then also uses imagery. രാജാവിൻ്റെ ആ ഒരു അഹങ്കാരവും ക്രൂരമായ മുഖവും ആ ഒരു ഭാവം നമുക്ക് കാണാൻ പറ്റും, അല്ലേ? Then tell that is sculpture, well those passions read. The traveler continues to describe the statue. He says that the sculptor of the statue understood the king's character very well. Sculpture means ശില്പി. കിങ്ങിൻ്റെ ക്യാരക്ടർ ആ ഒരു ശില്പിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൈഡും ആ ഒരു പരിഹാസവും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മുഖത്ത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അത് അതേപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. Which yet survives, stamped on these lifeless things. The traveler says that even though the statue is broken and lifeless, the feelings of pride and power still remain on its face. These emotions looks as if they are stamped on fixed there. അദ്ദേഹത്തിൻ്റെ ആ ഒരു വികാരങ്ങളെല്ലാം ഇപ്പോഴും ജീവനില്ലാതെ ആ കല്ലിൽ പതിഞ്ഞു കിടക്കുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൈഡും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഇമോഷൻസൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫേസിൽ അതേപടി ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എക്സ്പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. Here the poet uses personification. അദ്ദേഹത്തിൻ്റെ വികാരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും സർവൈവ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുക. വിച്ച് യെറ്റ് സർവൈവ് സ്റ്റാമ്പ്ഡ് ഓൺ ദ ലൈഫ്ലെസ് തിങ്സ്. ഇവിടെ വിച്ച് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പാഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൈഡും പവറൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഫേസിൽ
കാണാൻ കഴിയുന്നുണ്ട്. അത് അതിൽ ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോഴും സർവൈവ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രതിമയിലാണ് സർവൈവ് ചെയ്യുന്നത്. സാധാരണ സർവൈവ് ചെയ്യൽ മനുഷ്യരാണ്, പക്ഷെ ആ ഒരു പ്രതിമയിൽ ഇമോഷൻസ് സർവൈവ് ചെയ്യുന്നു എന്നുള്ള പേഴ്സോണിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. The hand that mocked them and the heart that fed. The poet says that the same ruler whose statue stands in ruins once looked down on the others with contempt and was driven by a heart full of greed and desire for power. The hand that mocked them, ആ ഒരു വികാരങ്ങളെ പരിഹസിച്ച കൈയും, and the heart that fed, അവയെ വളർത്തിയ ഹൃദയവും. ഇവിടെ ഹാൻഡ് എന്ന് പറയുന്നത് ശില്പിയെയും ഹാർട്ട് എന്ന് പറയുന്നത് രാജാവിനെയും ആണ് പ്രതിനിധീകരിക്കുന്നത്. മെറ്റോണിമി ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ പേഴ്സോണിഫിക്കേഷൻ ആയിട്ട് ഹാർട്ട് ദാറ്റ് ഫെഡ് എന്ന് പറയുന്നത്, അതായത് ഹൃദയം വികാരങ്ങളെ വളർത്തുന്നു എന്ന് പറയുന്നത്. നമ്മുടെ രാജാവിൻ്റെ ആ ഒരു ഇമോഷൻസ്, പ്രൈഡായിട്ടുള്ള അഹങ്കാരമുള്ള ആ ഒരു ഇമോഷൻസ് വളർത്തുന്നത് എന്താണ്? ഹൃദയമാണെന്ന് പറയുന്നത്. അവിടെ പേഴ്സോണിഫിക്കേഷൻ ആണ് പറയുന്നത്. ആൻഡ് ഓൺ ദ പെഡസ്റ്റൽ ദീസ് വേർഡ്സ് അപ്പിയർ. On the pedestal, the traveler sees words written in the stone. The inscription reveals the name of the king, Ozymandias. It shows how proud and boastful the king was. ആ ഒരു പ്രതിമയുടെ പീഠത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് വേർഡുകൾ എഴുതി വെച്ചിട്ടുണ്ട്. പെഡസ്റ്റൽ മീൻസ് ആ ഒരു പ്രതിമ നിൽക്കുന്ന ആ ഒരു പീഠം, അടിത്തറ. എന്താണ് എഴുതി വെച്ചിട്ടുള്ളത്? കിങ്ങിന്റെ പേര് അവിടെ റിവീൽ ചെയ്യുന്നുണ്ട്, ഓസിമാൻഡിയസ്. ഇവിടെയും പോയിട്ട് ഒരു ഇമേജറി യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ആ ഒരു പീഠത്തിൽ കൊത്തിവെച്ചിട്ടുള്ള വാക്കുകളുടെ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ പതിയുന്നുണ്ട് അല്ലേ. ഇറ്റ് ഓൾസോ ഷോസ് എ ഡ്രമാറ്റിക് ഐറണി. അതായത് രാജാവ് അത്രയും അഭിമാനപൂർണ്ണമായി എഴുതിയ വാക്കുകളാണ്. ഇത് ഒരു പരിഹാസ്യമായി മാറുകയാണ്. എന്താണ് എഴുതിയിട്ടുള്ളത്? മൈ നെയിം ഈസ് ഓസിമാൻഡിയസ്, കിങ് ഓഫ് കിങ്സ്. ലുക്ക് ഓൺ മൈ വേർഡ്സ്, എ മൈറ്റി ആൻഡ് ഡിസ്പെയർ. ദ കിങ് കോൾസ് ഹിംസെൽഫ് കിങ് ഓഫ് കിങ്സ്. ഹി ആസ്ക്ഡ് ഓൾ പവർഫുൾ പീപ്പിൾ ടു ലുക്ക് അറ്റ് ഹിസ് വർക്ക്സ് ആൻഡ് ഫീൽ despair. He was extremely proud of his achievement, but the ruins around show how empty his pride was. എൻ്റെ പേര് ഓസിമാൻഡിയസ്, ഞാൻ രാജാക്കന്മാരുടെ രാജാവാണ്. മറ്റുള്ള രാജാക്കന്മാരോട് തൻ്റെ മഹത്തായ പ്രവൃത്തികൾ, തൻ്റെ അച്ചീവ്മെൻ്റ് നോക്കി നിരാശപ്പെടാൻ പറയുകയാണ്. പക്ഷെ അവിടെ എന്താണ്? ഒന്നും ശേഷിച്ചിട്ടില്ല. ആ ഒരു നശിച്ച അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഹിയർ ദ പോയറ്റ് യൂസസ് ഐറണി. അത്രയും ശക്തനായ, അത്രയും പവർഫുള്ളായ രാജാവാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു പ്രതിമ എന്താണ്? ഇപ്പോൾ തകർന്ന് കിടക്കുകയാണ്. സോ ഹിയർ ദ പോയറ്റ് യൂസസ് ഐറണി. ദെൻ ദ പോയറ്റ് യൂസസ് ഹൈപ്പർബലി. അതായത് തൻ്റെ ശക്തി, അദ്ദേഹത്തിൻ്റെ ഒരു പവറിനെ അദ്ദേഹം എന്ത് ചെയ്യാണ്? അത്രയും എക്സാഗ്രേറ്റ് ചെയ്ത് അവതരിപ്പിക്കുന്നുണ്ട്. ദെൻ ഹി യൂസസ് അപ്പോസ്ട്രോഫി. അതായത് ശക്തരായ ആളുകൾ എന്ത് ചെയ്യണം? നേരിട്ട് അഭിസംബോധന ചെയ്യണം. മറ്റുള്ള രാജാക്കന്മാരെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതൊരു പോയറ്റിക് ഡിവൈസ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ലുക്ക് ഓൺ മൈ വർക്ക്സ്, എ മൈറ്റി ആൻഡ് ഡെസ്പെയർ. ദ പോം ഈസ് വാർണിംഗ് ടു ഓൾ റൂളേഴ്സ് ഹു ആർ പ്രൗഡ് ഓഫ് ദെയർ പവർ. ഇറ്റ് ടെൽസ് ദം ദാറ്റ് ദെയർ പവർ ആൻഡ് ഗ്ലോറി വിൽ നോട്ട് ലാസ്റ്റ്. വൺ ഡേ ഈവൻ ദേ വിൽ ബി ഫോർഗട്ടൻ ലൈക്ക് ഓസ്മാൻഡിയസ്. ഇവിടെ പോയിട്ട് മറ്റുള്ള റൂളേഴ്സിന് വാർണിംഗ് കൊടുക്കുകയാണ്. ഒരിക്കലും നമ്മളുടെ ഒരു പ്രൗഡ് അല്ലെങ്കിൽ ആ ഒരു പവറിൽ നമ്മൾ പ്രൗഡ് ചെയ്യാൻ പാടില്ല. ആ ഒരു ഗ്ലോറി എന്താണ്? വിൽ നോട്ട് ലാസ്റ്റ്. അതൊരിക്കലും അവസാനം വരെ നിൽക്കില്ല. എവറിത്തിങ് ഈസ് ടെമ്പററി. Then the next line, nothing beside remain round the decay. The poet tells us that there is nothing left around the broken statue. No sign of the king's palace, no people, no power, no glory. Only the ruins and decay are left behind. This shows how time destroys everything, even the mightiest of rulers. അവിടെ ഒന്നും ശേഷിച്ചിട്ടില്ല. നശിച്ച അവശിഷ്ടങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത്. Of the colossal wreck, boundless and bare, the traveler describes the ruins that remain. The once mighty empire is now a vast empty wasteland. There is nothing left, only endless sand and the broken statue. Then traveler describe ചെയ്യാണ് ആ ഒരു ruin ആയിട്ടുള്ള, അത് തകർന്ന ആ ഒരു പ്രതിമ മാത്രമാണ് അവിടെ ഉള്ളത്. ആ ഒരു സ്റ്റാച്യു മാത്രമാണ് അവിടെ ഉള്ളത്. ഒരിക്കലും എന്താണ്? അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു എംപയർ ആയിരുന്നു, ഒരു സാമ്രാജ്യമായിരുന്നു, ഒരു വലിയ സാമ്രാജ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെന്താണ്? ഒരു എംപ്റ്റി വേസ്റ്റ് ലാൻഡ് ആയി മാറിയിരിക്കുകയാണ്. ദർ ഈസ് നത്തിങ് ലെഫ്റ്റ്, ഓൺലി എൻലെസ് സാൻഡ് ആൻഡ് ദ ബ്രോക്കൺ സ്റ്റാറ്റ്യൂ. ആ ഒരു ബ്രോക്കൺ സ്റ്റാറ്റ്യൂ അതുപോലെ എൻലെസ് സാൻഡ് മാത്രമാണ് അവിടെ ഉള്ളത്. വേറെ ഒന്നും അവിടെ അവശേഷിച്ചിട്ടില്ല. കൊളോസൽ മീൻസ് വെരി ഹ്യൂജ്, വലിയ. ബെയർ മീൻസ് എംപ്റ്റി. ബൗണ്ട്ലെസ് മീൻസ് ഹാവിങ് നോ ലിമിറ്റ്സ്. സോ ആ ഒരു തകർന്ന അവശിഷ്ടത്തിന് ചുറ്റും ഒരു അതിരുകളില്ലാത്ത ഒരു ശൂന്യത, ഒരു എംപ്റ്റിനെസ് മാത്രമാണ് ഉള്ളത്. Here the poet uses alliteration, boundless and bare, b sound. Here the poet symbolizes the ruined power of the king through the ruined statue. The lone and level stand stretched far away. The poem shows the power of time. Time destroys everything, even the mightiest achievements. What remains is only decay and ruins. Shelley reminds us that nothing in this world lasts forever. The desert, sand and sky remain unchanged. Nature is vast, eternal and powerful. Human power is temporary and insignificant compared to nature. This highlights nature's victory over human pride. ഒറ്റപ്പെട്ടതും അതുപോലെ പരന്നു കിടക്കുന്ന മണൽ എല്ലാ ദിശയിലേക്കും ഇങ്ങനെ ദൂരത്തേക്ക് നീണ്ടു കിടക്കുന്നുണ്ട്. വേറൊന്നും എന്ത് ചെയ്തിട്ടില്ല, അവിടെ അവശേഷിച്ചിട്ടില്ല. മനുഷ്യന്റെ അധികാരവും അഹങ്കാരവും നേട്ടങ്ങളൊക്കെ എന്താണ്?
ടെമ്പററി മാത്രമാണ്. സമയം എന്ത് ചെയ്യും? എല്ലാറ്റിനെയും നശിപ്പിക്കും. എന്നാൽ പ്രകൃതിയും സമയവും മനുഷ്യശക്തിയേക്കാൾ ശക്തമാണ്. അത്രയും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും പെർമനന്റ് ആയിട്ടുള്ളത് നേച്ചറും ടൈമും മാത്രമാണ്. ഹ്യൂമൻ പവർ ടെമ്പററി ആണ്. Then the message of the poem, pride and power are temporary. Time is more powerful than kings. Nature is eternal and victorious. We should live with humility and remember that nothing in this world lasts forever. ഈ ലോകത്ത് ഒന്നും ഒരുപാട് കാലത്തേക്ക് നിലനിൽക്കില്ല. Okay, that's all. Thank you for watching. If it useful, please share and subscribe for more videos.